ഇപ്പൊ മൊയ്തീൻ ഷേഖ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം സഹായിക്കാനുള്ള കഴിവ് മൊയ്തീൻ ഷേഖിനില്ല. പക്ഷെ സുന്നികളുടെ വിശ്വാസം അത്. ഇതുപോലെ എനിക്കുള്ളത് ഇഷ്ടംപോലെ എനിക്ക് വിശ്വസിക്കാം. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മൊയ്തീൻ ഷേഖിനോട് സഹായം ചോദിച്ചാൽ ഫൈസൽ മുസ്ലിയാർ ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു അത് പ്രാർത്ഥന ആകൂലെന്ന് പറഞ്ഞു. വളരെ വ്യക്തമായി വിശദീകരിച്ചു. നിങ്ങൾക്ക് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായതേട്ടം മനസ്സിലായിട്ടില്ല. ശരി, ഓക്കെ, ഒരു മിനിറ്റ്. ഏതായാലും അടുത്ത വയതിൽ നിങ്ങളെ വിളിച്ചോളാം, അത് നിങ്ങൾ പ്രസംഗിച്ചാൽ മതി. ഏതായിരുന്നാലും ഇവിടെ യഥാർത്ഥത്തിൽ ഊളമ്പാടിക്ക് കൊണ്ടുപോകേണ്ടത് ഈ സുന്നിനല്ല. കാരണം ഊളമ്പാറ എന്നുള്ള ശിർക്ക് ചെയ്യുന്ന ആൾക്കാരെ ചികിത്സിക്കാനുള്ള കേന്ദ്രമല്ല ഊളമ്പാറ. അത് ഭ്രാന്തുള്ള മനുഷ്യന്മാരെ ചികിത്സിക്കാനുള്ളതാണ്. മറ്റൊരു ചികിത്സിക്കാനുള്ളതാണ് മുജാഹിദീങ്ങളെ വഴുതും സ്റ്റേജൊക്കെ. ശിർക്കുള്ള അവിടെ കൊണ്ടിരുത്തും, വഴുത് പറഞ്ഞെടുക്കും, അപ്പോൾ മനസ്സിലാവും. ഓനെ ഊളമ്പാറിക്കല്ല കൊണ്ടുപോകനെ. അതുകൊണ്ട് കാര്യകാലം നമുക്ക് അതീതമായിട്ട് സഹായിക്കുന്ന വിശ്വസിച്ചവനൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ആദ്യം കായക്കൊണ്ടം കൊണ്ടുകൊണ്ടിരും. കാരണം മുപ്പതിനെ ജിന്നുമൽക്ക് അഭൗതികമാണ്, കാര്യകാലം നമുക്ക് അപ്പുറത്താണ്. അതേപോലെ കരുമ്പോയിനെ കൊണ്ടുകൊണ്ടിരും, അനസ്മുദിനെ കൊണ്ടുകൊണ്ടിരും. നാസുസ്ലമിനെ എവിടെ കൊണ്ടിട്ടും കാര്യമില്ല, അത് പിന്നെ മെച്ചമില്ലാത്ത സാധന. അപ്പം ഏതായിരുന്നാലും കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ മൊഹീദ്ദീൻ ഷെയ്ഖ് നമ്മളെ സഹായിക്കും വിശ്വസിക്കുകയാണെങ്കിൽ അതിനാണ് ശരിയായ ഭ്രാന്ത് എന്ന് പറയാം. അതിലെന്താ സംശയമുള്ളത്? അത് എത്ര സ്ഥലത്ത് എഴുതി? നമ്മൾ മാത്രം പറഞ്ഞാണോ? EKM പന്നൂന് ജവാബ് എന്ന പുസ്തകം. EKM പന്നൂന് ജവാബ് എന്ന പുസ്തകത്തിൽ ഈ സമ്മേളനത്തിൽ കോഴിക്കോട് വെച്ച് വിതരണം ചെയ്ത ജവാബ്, ആ പുസ്തകത്തിൽ 5ഓ 6ഓ സ്ഥലത്ത് ആവർത്തിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് ഇവിടെ വന്ന് വസ്തുവുമായി വന്ന് എൻ്റെ കയ്യിൽ തന്ന് എന്നെ സഹായിക്കുമെന്നല്ല വിശ്വാസം, മറിച്ച് അതിനപ്പുറത്തുള്ള വിശ്വാസമാണ്. AP അബ്ദുൽ ഖാദിർ മൗലവി വാദപ്രതിവാദങ്ങളുടെ എന്ന പുസ്തകം KNM ആണ് പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകത്തിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. KP മുഹമ്മദ് മൗലവി അൽ ഇസ്തിഗാസ എന്ന പുസ്തകം അവിടെ പരാമർശിച്ചിട്ടുണ്ട്. ആ പരാമർശിച്ചതാണ് ഫൈസൽ മുസ്ലിയാരും പറഞ്ഞത്. അത് ഒരുത്തം വിശ്വസിക്കുകയാണെങ്കിൽ ആ പറഞ്ഞ പരിഹാരം തന്നെയാണ് അവനുള്ളത്. അതേസമയം കാര്യകാലം നമുക്ക് അതീതമായി സഹായിക്കുന്ന വിശ്വാസം വന്നാത്തന്നെ ശിർക്കായി, തേടിയാൽ തേട്ടവും ശിർക്കായി. അള്ളാഹു, ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് മലക്ക് എന്ന കാരണം മുഖേന റബ്ബെ നീ എന്നെ സഹായിക്കണേ. ഇത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, കാരണത്തിന് അടിസ്ഥാനം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമല്ല. മലക്ക് എന്ന കാരണം മുഖേന അള്ളാഹു എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഈ സഹായതേട്ടം എങ്ങനെയാണ് പ്രാർത്ഥന ആയത്? തേട്ടം റബ്ബിനോടാണ്, പക്ഷെ അത് അതബ് കേടാണ്, ധിക്കാരമാണ്. കാര്യം റബ്ബ് നമ്മളെ എങ്ങനെ സഹായിക്കണം റബ്ബാ തീരുമാനിക്കേണ്ടത്, റബ്ബാണ് തീരുമാനിക്കേണ്ടത്. ഇന്ന കാരണം മുഖേന എന്നെ സഹായിക്കണേ പറയാൻ നമുക്കൊരു വകുപ്പില്ല. അതുമാത്രമല്ല, അല്ലാഹുമ്മഗ്ഫിർലി ഇൻ ശിഅ്ത, പഠിച്ചോ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്ത് തന്നെ എന്ന് പറയാൻ പോലും പാടില്ല നബി. അത് അത്രയും കൂടി പാടില്ല. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു തരണേ എന്ന പ്രാർത്ഥന പോലും അതപകടമാണ്. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ പഠിച്ചോനെ ഇന്നാള് കാരണമായി, ഇന്ന മലക്ക് കാരണമായി, മറ്റേ ജിന്ന് കാരണമായി, ഇനിയിപ്പോൾ പറഞ്ഞ അർത്ഥം ചോദിക്കും ജിന്ന് കാരണമായി സഹായിക്കണേ തരാൻ പറ്റുമോ? അങ്ങനത്തെ ശൈലിയേ പാടില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രൂപത്തിലുള്ള സഹായിക്കും. ചിലപ്പോൾ ഒരു കാരണം നിശ്ചയിച്ചുകൊണ്ട് സഹായിക്കും, ചിലപ്പോൾ ഒരു കാരണമില്ലാതെ സഹായിക്കും. രണ്ടുമുണ്ടാവാം. മറിയം ബീവിയെ സഹായിച്ചു. എങ്ങനെ? സക്കരിയ നബി കടന്നു വരുമ്പോഴെല്ലാം സുഭിക്ഷമായ ഭക്ഷണം കാണുന്നു. ചോദിക്കുന്നു എവിടുന്നാണിത്? ഖലത്ത് ഹുവ മിൻ ഇൻദില്ലാ ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. റബ്ബിൽ നിന്നാണ്, അവൻ ഉദ്ദേശിക്കുന്നവർ കണക്കില്ലാതെ അവൻ നൽകുന്നു. അവിടെ മലക്കിനെ പറഞ്ഞയച്ചൊന്നുമില്ല. എന്നാൽ മറിയം ബീവിക്ക് കുട്ടിയെ നൽകി. അതെങ്ങനെ? അതൊരു മലക്കിനെ പറഞ്ഞയച്ചു. ഫതമസലഹ ബശറൻ സവിയ്യ, ഒരു മനുഷ്യനായി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നേക്ക് നേരെ ഇടപെട്ടുകൊണ്ടാണ് അവിടെ അവർക്ക് കുട്ടിയെ നൽകിയത്. അപ്പോൾ ഒരുത്തി കാരണം അല്ലാഹു നിശ്ചയിച്ചു, ഒരുത്തി കാരണം ഉണ്ടായില്ല. അള്ളാഹുവിൻ്റെ റസൂല് സ്വഹാബത്തും വിശന്ന് പ്രയാസപ്പെട്ടപ്പോൾ അള്ളാഹു സഹായിച്ചു. ഒരിക്കൽ കാരണമുണ്ടായിക്കൊണ്ട്. അതിങ്ങനെ അബൂതൽഹയുടെ വീട്ടിലേക്ക് നബി പോയി. അടുപ്പത്ത് വെച്ച പാത്രം എടുത്തു വെച്ചു. നബി അതിലേക്ക് പ്രാർത്ഥിച്ചു. നബിയുടെ തുപ്പുന്ന അതിലേക്ക് ചേർത്തു. എന്നിട്ട് നബി പറഞ്ഞു വിളമ്പിക്കൊടുത്തു പറഞ്ഞു. വിളമ്പിക്കൊടുത്തു, എല്ലാവരും തിന്നു. അവിടെ അള്ളാഹു തആല കാരണം നിശ്ചയിച്ചു. അതേ റസൂല് 2, 3, 4 ദിവസം ഒന്നാകെ നോമ്പെടുത്തു. രാത്രി നോമ്പ് മുറിക്കാതെ വിസ്വാല് നോമ്പ്. സ്വഹാബത്തിനോട് പറഞ്ഞു വിസ്വാൽ നോമ്പ് പാടില്ല. സ്വഹാബിമാർ ചോദിച്ചു റസൂലെ താങ്കൾ നോമ്പെടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ? നബി തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളെപ്പോലെയല്ല, എനിക്കെൻ്റെ റബ്ബ് ഭക്ഷണവും വെള്ളവും നൽകുന്നുണ്ട്. അതിനർത്ഥം അല്ലാഹു തആല രാത്രി സ്വകാര്യമായി ഒരു മലക്കിന്റെ കയ്യിൽ ഭക്ഷണം കൊടുത്തയക്കുന്നുണ്ട് എന്നല്ല. ആ ഭക്ഷണം കൊടുത്തയച്ച് നബി അത് കഴിക്കുകയാണെങ്കിൽ പിന്നെ നബി നോമ്പുകാരൻ അറിയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന നേട്ടം ഭക്ഷണം കഴിക്കാതെ തന്നെ അള്ളാഹു നിർവഹിച്ചു കൊടുത്തു. അവിടെ ഒരു സംഭവമില്ല. അപ്പൊ റബ്ബ് ഈ ലോകത്ത് ഇടപെട്ട് സഹായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മാനദണ്ഡം നിശ്ചയിക്കും, ചിലപ്പോൾ ഒരു സംഭവമില്ലാതെ സഹായിക്കും.
ബദറിൽ അല്ലാഹു തആല മലക്കളെ പറഞ്ഞയച്ചു, അത് സബബ് ഏർപ്പെടുത്തിയില്ല. മലക്കിനെ പറഞ്ഞയച്ച് സഹായിച്ചു. ഞാൻ മലക്കിനൊന്നും പറഞ്ഞയക്കാതെ അല്ല സഹായിച്ചതുണ്ട്. മലക്കളെ പറഞ്ഞയച്ച് നശിപ്പിച്ച നാടുണ്ട്, മലക്കളെ ഒന്നും പറഞ്ഞയക്കാതെ നശിപ്പിച്ചതുണ്ട്. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ വമാ കുന്നാ മുൻസിലിൻ. സൂറത്ത് യാസീൻ. അപ്പൊ റബ്ബിനോട് റബ്ബേ ഒരു മലക്കിനെ പറഞ്ഞ് സഹായിക്കണേ എന്ന തേട്ടം തന്നെ അള്ളാഹിനെ കുറിച്ചുള്ള അജ്ഞതയിൽ നിന്നേ വരുള്ളൂ. അത് അദബകേടാണ്, അത് തേടാൻ പാടില്ല. റബ്ബിനോട് ആ തേട്ടം എന്ന് കരുതിയിട്ട് ആ രീതി സ്വീകരിക്കാൻ പാടില്ല. റബ്ബ് എങ്ങനെ സഹായിക്കും അത് റബ്ബിന് ഇഷ്ടമാണ്. അല്ലാതെ നമുക്കതിൽ ഷർത്ത് വെക്കാനും പുറത്ത് വെക്കാനും ഇങ്ങനെ ആവണം അങ്ങനെ ആവണം അത് വേണം ഇത് വേണം എന്നൊന്നും പറയാൻ നമുക്കവിടെ വകുപ്പില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കും. ഞാൻ ചോദിച്ചത് ഇത് എങ്ങനെയാണ് പ്രാർത്ഥനയാകുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫൈസൽ മുസ്ലിയാരെ 10 രൂപ തരണേ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥന അല്ല. അള്ളാഹുവെ എന്നെ 10 രൂപ നീ സഹായിക്കണേ, ഇത് പ്രാർത്ഥനയാണ്. ഇവിടെ പ്രാർത്ഥനയും പ്രാർത്ഥനയല്ലാത്തതും തമ്മിൽ വേർതിരിയുന്ന ഘടകം എന്താണ് ഇതിനറിയേണ്ടത്? അവിടെ ഞാൻ നേരത്തെ വിശദീകരിച്ചല്ലോ, അള്ളാഹുവെ 10 രൂപ തരണേ എന്ന വിശ്വാസപ്രകാരം ചിലപ്പോൾ പ്രാർത്ഥന ആകും, ചിലപ്പോൾ കുഫ്റായി മാറും. അതെങ്ങനെ? അള്ളാഹു 10 രൂപയുമായി വന്ന് എൻ്റെ കയ്യിൽ തന്ന് എന്നാ പിടിച്ചോ 10 എന്ന് പറയുമെന്നാണോ? അവൻ അപ്പ കാഫിറായി പോവും. കാരണം അള്ളാഹിനെ പരിഹസിച്ചു, റബ്ബിനെ സൃഷ്ടികൾ ഉപമിച്ചു. അതെല്ലാം അള്ളാഹു എനിക്ക് 10 രൂപയുടെ ഈ പ്രയാസം തീർത്തത് എങ്ങനെ നമുക്കറിയില്ല. ചിലപ്പോൾ അയൽവാസിയായ മനുഷ്യനാകും കൊണ്ടുവന്ന് തരിക, ചിലപ്പോൾ നമുക്ക് ഒരു പരിചയത്തിന് മനുഷ്യൻ അങ്ങനെ വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് സലാം ചൊല്ലി ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നമുക്കൊരു ഹദിയ 10 രൂപ എന്നോ നമ്മളെന്ത് മനസ്സിലാക്കാവും? അല്ലെന്നില്ല പഠിച്ചോ ഏതായാലും എൻ്റെ ബുദ്ധിമുട്ട് തീർത്തു. റബ്ബ് ഏത് വഴിക്കും സഹായിക്കാം, ഏത് വഴിക്കും സഹായിക്കാം, എങ്ങനെയും ആവാം. ചിലപ്പോൾ ഒന്നുമില്ല, ഒരു പരിചയത്തിന് മനുഷ്യനേക്കും വന്നിട്ട് എൻ്റെ വക പിടിച്ചോടി ഒന്നുണ്ടാവില്ല. നമ്മൾ ഇന്ന് റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ടാവും, ആ ദുആ കിട്ടിയ ഉത്തരമായിരിക്കാം. അപ്പൊ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു എന്നെ സഹായിക്കും എങ്ങനെ? അള്ളാഹു അറിയാം, അവിടെ ദുആ ആണ്. അല്ല അള്ളാഹു തന്നെ ഇങ്ങനെ വന്ന് 10 രൂപയും കൊണ്ടുവന്ന് തരുമെന്നാണോ ഞാൻ തരുന്ന പോലെ? അത് റബ്ബിനെ സൃഷ്ടികൾ ഉപമിച്ചു, അവിടെ കുഫ്ർ സംഭവിച്ചു, കാഫിറായി മാറും. അതെന്താ ക്ലിയറാവാൻ പ്രശ്നമുള്ളത്? ഇപ്പൊ ഫൈസൽ മുസ്ലിയാർ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായി എന്നെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. ഈ വിശ്വാസം തന്നെ ശിർക്കായി. ഇതെന്തിനുള്ള ശിർക്കാണ്? ഉലൂഹ്യത്തിലുള്ള ശിർക്കിലേക്ക് എത്തിയിട്ടില്ല, അള്ളാഹുവിന്റെ കുദരത്തിലുള്ള ശിർക്കിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇനി ഉലൂഹ്യത്തിലുള്ള ബാക്കി എടുക്കണം, അതിനെന്ത് വേണം? ചോദിക്കണ്ടേ? അപ്പൊ 2 ശിർക്കാണ് അവിടെ വരുന്നത്. ഒന്ന് കുദരത്തിലുള്ള ശിർക്കും, രണ്ടാമത് വരുന്നത് ഉലൂഹ്യത്തിലുള്ള ശിർക്കും. ഈ ഉലൂഹ്യത്തിലുള്ള ശിർക്ക് ആവണമെങ്കിൽ അവിടെ അതാണ് ഞാൻ ചോദിക്കുന്നത്, അതെങ്ങനെയാണ് പ്രാർത്ഥന ആകുന്നത്? ഇപ്പൊ ഫൈസൽ മുസ്ലിയാർ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഉടനെ ഞാൻ മുശ്രിക്കായി ശിർക്ക് ചെയ്തവനായി. ഞാൻ ചോദിച്ചിട്ടില്ല, ഇനി ഞാൻ ചോദിക്കുകയാണ്. മൊയ്തീൻ ഷേഖ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കും എന്ന് വിശ്വസിച്ചു ഞാൻ. പിന്നെ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ മുശ്രിക്കായി കഴിഞ്ഞ്. രണ്ടാമത് ഞാൻ ചോദിക്കുമ്പോഴാണ് ഉലൂഹിയത്തിൽ ശിർക്ക് വരുന്നത്, ആരാധനയിൽ ശിർക്ക് വരുന്നത് അപ്പോഴാണ് പ്രാർത്ഥന ആകുന്നത്. ഇതെങ്ങനെ പ്രാർത്ഥനയായി? ഈ ചോദ്യം മൊയ്തീൻ ഷേഖെ 10 രൂപ തരണേ, അല്ലെങ്കിൽ മൊയ്തീൻ ഷേഖെ എന്നെ രക്ഷിക്കണേ, ഇത് മൊയ്തീൻ ഷേഖ് കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറം രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ എന്തായി? ശിർക്കായി. ഞാൻ ചോദിച്ചിട്ടില്ല, ആ വിശ്വാസത്തിൽ തന്നെ ശിർക്ക് വന്നില്ലേ? പിന്നെ രണ്ടാമത് ചോദിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? പ്രാർത്ഥന അല്ലേ? ഉലൂഹിയത്തിൽ ശിർക്ക് വരുന്നത് അപ്പോഴാണ്. ഇതെങ്ങനെ പ്രാർത്ഥന ആയത്? ഈ വിശ്വാസം ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണ് പ്രാർത്ഥന ആയത്. ഏതു ഇബാദത്തും ഇബാദത്താകണമോ അതിന് പിന്നിൽ ഒരു വിശ്വാസം ഉണ്ടാകും. ഒരു വിശ്വാസവും ഇല്ലാതെ ഒരു ഇബാദത്ത് ഉണ്ടാവില്ല. ഒരാളോട് ഒരു സംഗതി ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് പിന്നിൽ ഒരു വിശ്വാസം ഉണ്ടാകും. ആ വിശ്വാസം 2 തരത്തിലാകും. ഇപ്പൊ എന്നോട് 10 രൂപ ചോദിച്ചാൽ ഞാൻ ഉണ്ടെങ്കിലും കൊടുക്കൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവൻ ചോദിക്കാൻ പറ്റൂല. 10 രൂപ ഉണ്ട് പക്ഷെ അയാൾ തരൂല എന്നാണെങ്കിൽ ചോദിക്കാൻ പോകും. അപ്പൊ അയാളുടെ കാര്യകാല ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാൻ ചെല്ലുന്ന ഒരാൾക്കും ഒരു വിശ്വാസമുണ്ട്. അതെന്താ? കാര്യകാല ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാൾ എന്നെ സഹായിക്കും. ആ വിശ്വാസം ഉള്ളവനെ ആ ചോദ്യവുമായി വരുള്ളൂ. എന്ന പോലെ മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നൊരാൾ തേടണമെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖ് രക്ഷിക്കുമെന്ന വിശ്വാസം ഉള്ളിലുണ്ടാകും. ആ വിശ്വാസമാണ് ശിർക്ക് വരിക. ഇബാദത്ത് 2ാമത്തെ സ്റ്റെപ്പാ. ശിർക്ക് വരിക ആദ്യം വിശ്വാസത്തിലാണ്. അതായത് ശിർക്കിനെ പറ്റി നമ്മൾ വിശദീകരിച്ച പോലെ എന്താ? അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കൽ. അവിടെ പ്രാർത്ഥന ഉണ്ടാവില്ല, അവിടെ ആരാധന ഉണ്ടാവില്ല. അള്ളാഹു കാണും പോലെ കാണും. CM-നെ പറ്റി എഴുതി വെച്ചു AP സുല്ലാണ്. ശിർക്കായി. അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കും. CM സ്മരണയിൽ സയ്യിദ് അബേലത്ത് സീരി കുഞ്ഞി സിദ്ദിഖോയ തങ്ങൾ എന്ന AP സുല്ലിന്റെ തങ്ങൾ എഴുതി വെച്ചതാണ്. അത് ശിർക്കായി. ആ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നുവോ ചോദ്യം ശിർക്കായി. ഈ ചോദ്യം മാത്രമല്ല,
ചോദ്യം മാത്രമല്ല, ആ അടിസ്ഥാനത്തിൽ പേടിച്ചുവോ? ആ പേടി ശിർക്കാണ്. ഭയത്തിൽ ശിർക്കുണ്ട്. ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഒരാള് ഒരു പാമ്പിനെ കണ്ടു. ഇപ്പം ഞാൻ പാമ്പിനെ കണ്ടു, ഞാൻ ആകെ പേടിച്ച് ബേജാറായി ഓടി രക്ഷപ്പെട്ടു. ഈ പേടി ശിർക്കാണോ? അല്ല. എന്നാൽ പാമ്പിനെ പൂജിക്കുന്ന, പാമ്പിന്റെ ഒരു ആരാധനായ ഭക്തൻ ഒരു പാമ്പിനെ കണ്ടു, ഓനാകെ ബേജാറായി കൈ ഇങ്ങനെ കൂപ്പി. ഈ പേടി ശിർക്കാണോ? ശിർക്കാണ്. എന്താ വ്യത്യാസം? കാര്യകാരണം തന്നെ. ഞാൻ പേടിച്ചത് ഈ പാമ്പെന്നെ കൊത്തുമോ, എനിക്ക് വിഷമേൽക്കുമോ, എൻ്റെ ജീവൻ അപകടത്തിലാകുമോ. ഇതാണ് കാര്യകാരണബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പേടി. ഈ പേടി ശിർക്കല്ല. മറ്റോൻ പേടിച്ചത് പാമ്പ് കൊത്തോ എന്നുള്ള പേടിയല്ല. ഈ പാമ്പിൽ നിന്ന് എനിക്ക് ചില ഗുണദോഷങ്ങൾ ബാധിക്കും. ആ വിശ്വാസമാണ് അവനെ കൈ ഇങ്ങനെ ആക്കിച്ചത്. അവനെ കൈ കൂപ്പാൻ ഒരു പ്രേരിപ്പിച്ചത് ആ വിശ്വാസം. ഓടാൻ എന്നെ പ്രേരിപ്പിച്ചതോ മറ്റേ വിശ്വാസം. ഒരു പേടി ശിർക്ക്, മറ്റേ പേടി ശിർക്കല്ല. ആ പേടി റബ്ബിനോടേ പാടുള്ളൂ. അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. ഗൈബായ നിലക്ക് റബ്ബിനെ ഭയപ്പെടുന്നവരാണ് മുഅ്മിനീങ്ങൾ. അവർക്കാണ് വിജയമുള്ളത്. ആ പേടിയാണ് അവിടെ വഴിമാറിയത്. ഇനി സ്നേഹത്തിൽ ശിർക്കുണ്ട്. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദുനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. റബ്ബിനെ സ്നേഹിക്കും പോലെ പങ്കുകാരെ സ്നേഹിക്കുന്നവർ ജനങ്ങളിൽ ഉണ്ട്. സൂറത്തുൽ ബഖറ. അതെങ്ങനെ റബ്ബിനെ സ്നേഹിക്കും പോലെ പങ്കുകാരെ സ്നേഹിക്കാം? സ്നേഹത്തിന്റെ അളവല്ല ഉദ്ദേശിച്ചത് അവിടെ, സ്നേഹത്തിന്റെ മാനദണ്ഡം. റബ്ബിനെ സ്നേഹിക്കുന്ന സ്നേഹം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സ്നേഹമാണ്. അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണവും ദോഷവും വരുത്താൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. കഴിയുമെന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. ആ വിധത്തിലുള്ള ഒരു കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, വ്യക്തിക്ക് മാത്രമല്ല പറഞ്ഞത്, ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ മുമ്പിൽ, അവൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന താഴ്മ, വിനയം, വിധേയത്വം, സ്നേഹം, ഭയം, ഭരമേൽപ്പനം, ധനവ്യയം, അന്നപാനാദികൾ ഉപേക്ഷിക്കൽ, അവയവങ്ങളുടെ ചലനം, നേർച്ച, വഴിപാട് തുടങ്ങിയ സർവ കാര്യങ്ങളും ആരാധന വകുപ്പിൽ ഉൾപ്പെടുന്നു. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നവനെ നോക്കുക. അവൻ്റെ അവയവങ്ങളും ശരീരവും ഇബാദത്തിൽ മുഴുകിയിരിക്കുകയാണ്. അവിടെ നമസ്കാരവും നോമ്പും ഒന്നുമില്ലല്ലോ. എന്നാൽ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അവൻ്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല. അതുകൊണ്ട് ഇബാദത്തിന് അർഹൻ അവൻ മാത്രമാണ്. അതാണ് തൗഹീദ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഇതുപ്രകാരം സ്നേഹം, ഭയം, വിധേയത്വം, വിനയം, താഴ്മ, പണം ചെലവഴിക്കൽ, അവയവങ്ങൾ ചലിപ്പിക്കൽ, അതുപോലും ഇബാദത്തായി മാറും. പക്ഷെ ഇബാദത്തായി മാറണമെങ്കിൽ അഭൗതിക മാർഗത്തിൽ ഗുണവും ദോഷം വരുത്താൻ കഴിവുണ്ട് എന്ന വിശ്വാസം അതുണ്ടാകും. അതുകൊണ്ടാണ് ഉമർ മൗലവി പറഞ്ഞത്, വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നതായി കണ്ടാൽ പോലും അവൻ പെട്ടെന്ന് മുസ്ലിക്കാണെന്ന് പറയരുത്. ഓൻ എന്തിനാണ് കിടക്കുന്നത്, ഓൻ്റെ ഉദ്ദേശം എന്താ നോക്കണം. ചിലപ്പോൾ താഴെ സാധനം പൂണ എടുക്കാൻ വേണ്ടി കിടന്നായിരിക്കും, ഓൻ ശിർക്ക് ചെയ്ത് പറയാൻ പറ്റൂല എന്ന് ഉമർ മൗലവി പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ്. അസ്സലാമു അലൈക്കും. ഞാൻ ഈ പ്രോഗ്രാം കാണാൻ വരുമ്പോഴേ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ചോദിച്ചു, ജിന്നുവാദികളുടെ പ്രോഗ്രാം കാണാൻ വരികയാണോ. എൻ്റെ പേര് കബീർ എന്നാണ്, മുക്തമാവിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് നിങ്ങൾ ജിന്നുവാദികളാണെന്നും തോന്നിയില്ല, മറ്റോരും ജിന്നുവാദികളാണെന്നും തോന്നുന്നില്ല. രണ്ടുപേരും ജിന്നുവാദികളല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. മുജാഹിദ് പ്രസ്ഥാനം വളരെ നന്മ ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ്. ഞാനൊരു 5-6 വർഷം മുമ്പ് മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഒരുപാട് കുത്തുബിയത്തും മറ്റതും നടത്തി ഒരുപാട് പൈസ കളഞ്ഞ ഒരാളാണ്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് എനിക്ക് ഇവരുടെ പ്രസംഗം കേട്ടപ്പോൾ മുജാഹിദ് ആശയം ജനങ്ങളെ ഒരുപാട് നന്മയിലേക്ക് നയിക്കുന്ന ഒരു ആശയമായിട്ടും ജനങ്ങളെ ഒരുപാട് അറിവ് നൽകുന്ന ഒരു ആശയമായിട്ടാണ് തോന്നിയത്. എനിക്ക് രണ്ടു കൂട്ടരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് തീർക്കാവുന്ന ഒരു ചെറിയ വിഷയം, ഒരു ജിന്ന് വിഷയം, ഇങ്ങനെ ക്ലിപ്പുകൾ ഇട്ടിട്ട് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കണോ എന്നെനിക്കൊരു ചെറിയൊരു വിഷമം മനസ്സിൽ തോന്നിപ്പോകുന്നു. ഇത് നിങ്ങൾക്ക് പരിഹരിക്കാവുന്ന ഒരു ചെറിയ വിഷയമാണ്, അത് നിങ്ങൾ പരിഹരിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്.
അത് ജനങ്ങൾക്ക് അതിൻ്റേതായിട്ടൊരു വിശദീകരണം കൊടുത്താൽ കൊള്ളാം എന്നെനിക്ക് തോന്നുന്നു. വളരെ പ്രസക്തമായതും ഞങ്ങളൊക്കെ ആഗ്രഹിച്ചതും യഥാർത്ഥത്തിൽ ആ ഒരു പരിഹാരം തന്നെയാണ്. 2012 കൂടിയാണ് ഈ വിവാദം മെല്ലെ മെല്ലെ തലപൊക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശൈലി സാധാരണഗതിയിൽ ആശയപരമായ വിഷയങ്ങളിൽ, വൈജ്ഞാനിക വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അതിൽ തീരുമാനം പറയാനുള്ള ഒരു കേരള ജംഇയ്യത്തുൽ ഉലമ. സംഘടനാപരമായ കാര്യങ്ങൾ KNM-ഉം ISM-ഉം MSM-ഉം തീരുമാനിച്ച് നടപ്പാക്കും. എന്നാൽ വൈജ്ഞാനിക വിഷയം ജംഇയ്യത്തുൽ ഉലമയിൽ ചർച്ച ചെയ്തിട്ടാണ് തീരുമാനമാക്കുക. ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു 14-അംഗ റിസർച്ചിങ് ബോഡിയുണ്ട്. ആ 14-അംഗ സമിതി എല്ലാ മാസവും ഒരിക്കൽ പുളിക്കൽ ജാമിഅ സലഫിയയിൽ ചേരാറുണ്ട്. ഓരോ വിഷയം തിരഞ്ഞെടുത്ത് ആ വിഷയത്തിൽ ആയത്തും ഹദീസും എന്തു പറയുന്നുവെന്ന് പരിശോധിച്ച് അതിൻ്റെ കൃത്യമായ ഉത്തരം കണ്ടെത്തി അത് രേഖപ്പെടുത്തി അത് താഴേക്കിടയിലുള്ള പ്രബോധകന്മാർക്കും പ്രഭാഷകന്മാർക്കും ഖതീബുമാർക്കുമെല്ലാം കൈമാറിക്കൊടുക്കുന്ന രീതിയാണ് അവിടെയുള്ളത്. ആ 14-അംഗ സമിതിയിൽ ഞാനും ഒരു മെമ്പറായിരുന്നു. 2012 അവസാനത്തോടു കൂടി ഈ വിവാദം ഉണ്ടായി വന്നപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ ഞങ്ങൾക്കൊന്നും, അഥവാ എനിക്കൊന്നും ഈ വിഷയത്തിൻ്റെ ഉള്ളിരിപ്പ് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചപ്പോൾ ഞങ്ങളൊക്കെ അന്ന് ചിന്തിച്ചു, ഇതിപ്പോൾ അത്ര വലിയ പ്രശ്നമില്ലല്ലോ, ഒന്ന് കൂടി നിന്നിട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കിതാബൊന്ന് മറച്ചു വെച്ച് എന്താ അതിലുള്ളത് നോക്കിയാൽ പ്രശ്നം തീരൂലേ. പക്ഷേ അതിലേക്ക് എത്തേണ്ടതിന് പകരം ചില മുൻധാരണകൾ വെച്ചുകൊണ്ടുള്ള സംസാരങ്ങളാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ 2011 ഡിസംബറിൽ, അഥവാ അന്ന് വിവാദം പുറത്തേക്ക് വന്നിട്ടേയില്ല, ഉള്ളിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ ചിലർക്കൊക്കെ അറിയാം, ഞങ്ങൾക്കൊന്നും അറിയില്ല. ആ സമയത്ത് 2011 ഡിസംബറിൽ ഞങ്ങളെല്ലാവരും കൂടി പുളിക്കതിൽ ചേർന്നപ്പോൾ അവിടെ ചർച്ച തീർച്ചയായും മറ്റൊരു വിഷയമായിരുന്നു. ആ വിഷയം ചർച്ച ചെയ്യുന്ന ഇടവേളയിൽ സ്വാഭാവികമായി ഈ വിഷയം കയറി വന്നു. കാരണം പലർക്കും അറിയാം എന്തോ പ്രശ്നമുണ്ട്, ഞങ്ങൾക്കൊന്നും അറിയുകയുമില്ല. അങ്ങനെ ചർച്ച വന്നു. അതിനടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ഉണ്ടായി. അവിടെ ഞങ്ങളൊക്കെ പറഞ്ഞു, ശരി, നമുക്ക് അടുത്ത മാസത്തെ ഈ സിറ്റിങ്ങിൻ്റെ വിഷയം ഇതാക്കി മാറ്റാം. എങ്കിൽ അതൊരാൾ പഠിച്ച് പ്രബന്ധമാക്കി അവതരിപ്പിച്ച് ആ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനമെത്താമല്ലോ. അത് അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ അന്ന് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി ചോദിച്ചു, ശരി, അടുത്ത മാസത്തെ സിറ്റിങ്ങിൽ ആരാണ് പ്രബന്ധം അവതരിപ്പിക്കുക? ആരും പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവതരിപ്പിക്കാമെന്ന് പറയാൻ 2 കാരണമുണ്ട്. ഒന്ന്, എനിക്ക് വിഷയം അറിയില്ല. അതുകൊണ്ട് പ്രബന്ധം അവതരിപ്പിക്കാൻ ഏറ്റെടുത്താൽ ആ പേരിൽ ആ വിഷയമൊന്ന് പഠിക്കാമല്ലോ, എന്താ ഇതിൻ്റെ വസ്തുത എന്ന് അന്വേഷിക്കാൻ അതൊരു അവസരമാകും എന്ന താല്പര്യമാണ് എന്നതിന് പ്രേരിപ്പിച്ച ഘടകം. 1. 2, ഒരു പക്ഷേ ഏകപക്ഷീയമായി അത് ഏറ്റെടുത്ത് ഒരു ഏകപക്ഷീയമായ പ്രബന്ധം വരാൻ സാധ്യതയുണ്ടോ എന്ന് അവിടുത്തെ ആ സദസ്സിൻ്റെ സംസാരങ്ങളിൽ നിന്ന് എനിക്ക് സംശയം വന്നു. എങ്കിൽ അതിനും ഒരു അവസരം ഉണ്ടാക്കേണ്ടതില്ലല്ലോ. ആ 2 കാരണങ്ങളാൽ ഞാൻ ഏറ്റെടുത്തു. പക്ഷെ എനിക്കറിയാം ഒരു മാസം കൊണ്ട് അത് പഠിച്ചെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല, ഹനീഫ് കായക്കൊടി എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ തയ്യാറാണ്. അപ്പം അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, ശരി ഹനീഫ, നീ അത് റെഡിയാവ് എന്ന് അദ്ദേഹം അത് ഏൽക്കുമല്ലോ. അങ്ങനെ ഞാനും കായക്കൊടിയും അതിന് നിയുക്തരായി. ഞങ്ങൾ 2 പേരും കൂടി പ്രബന്ധം തയ്യാറാക്കി. അതാണ് ഈ പ്രബന്ധം. 18 പേജുള്ള പ്രബന്ധം 2012 ജനുവരിയിൽ 13 ജനുവരിയിൽ ചേർന്ന സിറ്റിങ്ങിൽ ഞങ്ങൾ ഇത് കൊണ്ടുപോയി അവതരിപ്പിച്ചു. ഈ പ്രബന്ധത്തിൽ എന്തു പറഞ്ഞോ അതാണ് ഞാൻ ഇതുവരെയും ഇവിടെ പ്രസംഗിച്ചത്. ഇതവിടെ വാങ്ങിവെച്ചു. ചർച്ചയുണ്ടായില്ല. ഇത് 95% തയ്യാറാക്കിയത് ഹനീഫ് കായക്കൊടിയാണ്. 100% ടൈപ്പ് ചെയ്ത് അദ്ദേഹമാണ്. അവിടെ കൊണ്ടുപോയി വായിച്ചത് ഞാനാണ്. അന്ന് അബ്ദുറഹ്മാൻ സലഫിയുണ്ട് ആ സദസ്സിൽ, MM മദനിയുണ്ട് സദസ്സിൽ. അദ്ദേഹം ഇപ്പോൾ രോഗിയാണ്, അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനായ PK അഹമ്മദ് അലി മദനി ഉണ്ടായിരുന്നു, അദ്ദേഹം വഫാത്തായി, അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ KM പന്നൂരുണ്ട്, മായിൻകുട്ടി സുല്ലമിയുണ്ട്, അബ്ദുൽ റസാഖ് ബാക്കവിയുണ്ട്, AP അബ്ദുൽ ഖാദിർ ഉണ്ടോ ഇല്ലെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, ഹനീഫ് കായക്കൊടിയുണ്ട്, ഇങ്ങനെ പലരുമുണ്ട്, കുഞ്ഞു മുഹമ്മദ് വർപ്പൂരുണ്ട്. അവിടെ ഇത് അവതരിപ്പിച്ചു, ഇത് വാങ്ങിവെച്ചു.
പിന്നീട് ജംഇയ്യത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു ചെറിയ സമിതി, ആ സമിതി ഇതിൽ പറഞ്ഞതിന് വിരുദ്ധമായ തീരുമാനം കൈക്കൊണ്ടു. അപ്പോൾ ഫെബ്രുവരിയിലെ സിറ്റിങ്ങിൽ ബഷീർ സലഫി പൂളപ്പൊയിൽ ചോദിച്ചു, പ്രബന്ധത്തിൽ അവതരിപ്പിച്ചത് പോലെയല്ലല്ലോ പിന്നീട് തീരുമാനം വന്നിട്ടുള്ളത്, ആ തീരുമാനം മാറാനുള്ള കാരണം എന്താണ്? അന്ന് കൂട്ടത്തിൽ മുതിർന്ന ഒരാൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവിടെ ഇരുത്തി. ആ ചർച്ച അവിടെ അവസാനിച്ചു. ആ ചർച്ച മാത്രമല്ല, ആ മാസാന്ത സിറ്റിങ്ങും അന്നത്തോടെ അവസാനിച്ചു. 2012 ഫെബ്രുവരിയിലാണ് അവസാനത്തെ സിറ്റിംഗ്. അഥവാ ഒരു കൊല്ലവും 8 മാസവുമായി. അതിനുശേഷം ഞങ്ങൾക്ക് പലപ്പോഴും ആവശ്യപ്പെട്ടു, നമുക്ക് ആ സിറ്റിംഗ് പുനരാരംഭിക്കണം, ഒന്നിച്ചിരിക്കണം, ഈ വിഷയം വീണ്ടും നമുക്ക് പഠിക്കണം. പക്ഷേ അവസരമുണ്ടായില്ല. അങ്ങനെയാണ് കേരള ജംഇയ്യത്തുൽ ഉലമയിൽ മെമ്പർമാരായ 38 ആളുകൾ, ഈ ഇരിക്കുന്ന അബ്ദുൽ ലത്തീഫ് സുലമി അടക്കമുള്ള, അബ്ദുൽ ഹക്ക് സുലമി ആമയൂർ, സുഹൈർ ചുങ്കത്ര അടക്കമുള്ള 38 പണ്ഡിതന്മാർ, അവർ ഒരുമിച്ച് ചേർന്ന് എഴുതി ഒപ്പിട്ട് ഒരു പ്രമേയം പോലെ തയ്യാറാക്കി KJV കൊടുത്തു. ഈ വിഷയത്തിൽ ചർച്ചകൾ വേണം, പഠനങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട്. പ്രതികരണമുണ്ടായില്ല. ഈ നാട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഹംസ വാക്കവി പ്രസംഗിച്ചു. 38 പോത്തുകൾ ഒരു കത്തുമായി വന്നിട്ടുണ്ട്. എറണാകുളത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞു 38 വിഡ്ഢികൾ ഒരു എഴുത്തുമായി വന്നിട്ടുണ്ട്. പ്രതികരണമില്ലാതായപ്പോൾ രണ്ടാമത്തെ കത്ത് കൊടുത്തു, ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കണം, ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അന്ന് 65 ആളുകൾ ഒപ്പിട്ടു. ആ 65 ആളും ജംഇയ്യത്തുൽ ഉലമയുടെ മെമ്പർമാർ. 65 ആൾ ഒപ്പിട്ട് കത്ത് കൊടുത്തു, രണ്ടാമത്തെ കത്ത്. പക്ഷേ പ്രതികരണമുണ്ടായില്ല. പിന്നീട് ആ കത്ത് കൊടുക്കാൻ മുമ്പിലേക്ക് വന്ന ആളുകൾ കൂടിയിട്ട് മൂന്നാമത്തെ കത്തുണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു. അതിനും പ്രതികരണമുണ്ടായില്ല. നാലാമതൊരു കത്ത്, ഇതിനെല്ലാം മുമ്പിൽ നിന്ന മുബാറക് ബിൻ ഉമർ മൗലവിയുടെ മകൻ മുബാറക് മദീനി തിരൂർക്കാട്, അദ്ദേഹം നാലാമത്തെ കത്ത് വ്യക്തിപരമായി ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി MM മദനിക്ക് തയ്യാറാക്കി കൊടുത്തു. പരലോകം ഓർമ്മിപ്പിച്ചുകൊണ്ട്, താങ്കൾ സെക്രട്ടറി ആയിരിക്കെ എന്തുകൊണ്ട് ഒരു ചർച്ചയെ ഭയപ്പെടുന്നു, അവിടെ ചർച്ച വേണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. അതിനും പ്രതികരണമുണ്ടായില്ല. ഡിസംബറിലെ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് ഒരു വേദിയിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടെ ഉദ്ഘാടനം മുഹമ്മദ് മദനിയാണ്, KJU സെക്രട്ടറി. എനിക്കാണ് പ്രഭാഷണത്തിന് അവസരമുള്ളത്. സ്വാഗതം പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത കസേരയിലിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മൗലവി, ആ സിറ്റിംഗ് നിർത്തിയതാണ് പ്രശ്നങ്ങൾ ഇത്ര രൂക്ഷമാവാൻ കാരണം, അതുകൊണ്ട് നമുക്ക് ആ സിറ്റിംഗ് ഉടനെ ആരംഭിക്കണം. അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് സമ്മേളനം കഴിയട്ടെ, നമുക്ക് ഉടനെ തുടങ്ങണം. സമ്മേളനം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം തികയാറായി. പക്ഷെ അത് പിന്നീട് ആരംഭിച്ചില്ല. ആ സമ്മേളന തിരക്കിൽ തന്നെ കുവൈത്തിലെ ഇഹ്യാഉൽ ഇസ്ലാമി എന്ന് പറയുന്ന പണ്ഡിത സംഘടന KNM-നെയും KJU-വിനെയും അകമഴിഞ്ഞ് ധാരാളമായി സഹായിച്ച ഒരു സംവിധാനമാണ് ഇഹ്യാഉൽ ഇസ്ലാമി. അവർ ഈ വിഷയം അറിയുകയും ഇവിടെ മുജാഹിദുകൾക്ക് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അന്ന് അവർ അവിടെ നിന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനം അവർ പറയുകയും ആ തീരുമാനം ഇഹ്യാഉൽ ഇസ്ലാമിയുടെ ഔദ്യോഗിക ലെറ്റർ പേഡിൽ KNM-നെയും KJU-വിനെയും അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ കോപ്പിയാണ് ഇത്. ഇതിൽ 8 നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതിൽപ്പെട്ട നിർദ്ദേശമായിരുന്നു, ഈ വിഷയത്തിൽ നിങ്ങൾ ഇനിയും ചർച്ച ചെയ്യണം. നിങ്ങളുടെ ദൗത്യസംഘം ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഞങ്ങളുടെ ദൗത്യസംഘം അങ്ങോട്ട് വരാം, എന്നൊരു ആവശ്യത്തിൽ ചർച്ച ചെയ്യാം. ആ തീരുമാനം എന്താണോ അത് നമുക്ക് അംഗീകരിക്കാം. ഇതിൻ്റെ പേരിൽ നടപടികൾ ഒന്നും നിങ്ങൾ എടുക്കരുത്. ആർക്കെങ്കിലും ഇതേ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ പിൻവലിക്കണം. ഇത് സാധാരണക്കാർക്കിടയിലേക്ക് ഒരിക്കലും നിങ്ങൾ പ്രചരിപ്പിക്കരുത്, അത് അകൽച്ച കൂടാൻ കാരണമായി മാറും. തുടങ്ങി 8 നിർദ്ദേശങ്ങൾ. ഡിസംബർ 17-നാണ് ആ കത്ത് വന്നത്, 2012. അന്നതിന് മറുപടി അയച്ചു, ഞങ്ങൾ സമ്മേളന തിരക്കിലാണ്, സമ്മേളനം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കും. സമ്മേളനം കഴിഞ്ഞു 10 മാസമായി, ഇതുവരെയും ആലോചിച്ചില്ല. അതേസമയം KJU-വിൻ്റെ പേരിൽ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു, ഈ നാട്ടിലും വെച്ചു. ആ യോഗങ്ങളിൽ ഏകപക്ഷീയമായി വിശദീകരണങ്ങൾ വന്നു. പലരെയും അതിൻ്റെ പേരിൽ നടപടിയെടുത്തു, പലരെയും പുറത്താക്കി എന്ന് പറഞ്ഞു, അവർക്ക് പ്രസംഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അവസാനം ഹുസൈൻ സലഫി അടക്കമുള്ള നമ്മുടെ 20 പ്രഭാഷകന്മാർക്കെതിരെ നടപടി വന്നു. ആളുകൾക്കെതിരെ ആശയക്കുഴപ്പമായി. അത്രയുമായപ്പോൾ ഇനി ഇത് വിശദീകരിക്കാൻ നിവൃത്തിയില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് വിശദീകരണത്തിലേക്ക് ഞങ്ങളൊക്കെ ഇറങ്ങിയത്. എന്നിട്ടും
ഇപ്പോഴും ഞങ്ങളൊക്കെ അവിടെ ആവശ്യപ്പെടും, നമുക്ക് ആ ചർച്ച വേണം. ഇതൊക്കെ അവസാനിപ്പിച്ച് ഒന്നിച്ചിരുന്ന് മുൻധാരണകളില്ലാതെ ഗ്രന്ഥങ്ങൾ പരതി ഇവിഷയമായി ആർക്കാണോ തെറ്റുപറ്റിയതെങ്കിൽ അവർ തിരുത്തി. നമ്മൾ പറഞ്ഞ വിശദീകരണം തെറ്റാണോ തിരുത്താൻ തയ്യാറാണ്. അതല്ല മറുഭാഗത്ത് വിശദീകരണം തെറ്റാണോ അവരും തിരുത്താൻ തയ്യാറാവുക. ഏതാണോ ശരി ആ ശരിക്ക് എത്തണം. അങ്ങനെയാണ് ലിച്ചിൻ്റെ കെയർ ഓഫിൽ വടാനപ്പള്ളി സംവാദം സംഘടിപ്പിച്ചത്. അതിനുശേഷം അത് 2013 ഫെബ്രുവരി 14 ശേഷം 2013 മാർച്ച് 11 കോഴിച്ചെവിയിൽ വെച്ച് വാദപ്രതിവാദമുണ്ടായി. അതൊക്കെ അതിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ അതെല്ലാം നടന്നു. കാര്യങ്ങൾ ആൾക്ക് മനസ്സിലാക്കാൻ അതൊക്കെ വേദിയായി. ഇനിയും അത്തരം ചർച്ചകൾക്ക് പ്രസക്തിയുണ്ട്, അവസാനിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും പുറത്താക്കൽ നടപടി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. AP അബ്ദുൽ ഖാദർ മൗലവി പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ഒപ്പിട്ട കത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പലരെയും പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പോലും അറിയുന്നില്ല എന്ന കത്ത് വരുന്ന കാര്യം. അപ്പം നമുക്ക് മനസ്സിലായി ഇത് യഥാർത്ഥത്തിൽ പ്രശ്നം ആദർശപരമല്ല. ഏതാനും ചില ആളുകളുടെ, വ്യക്തമായി പറഞ്ഞാൽ ഒരാളുടെ 2002 പ്രശ്നങ്ങളുണ്ടാകാൻ ആരാണോ അന്ന് കാരണക്കാരായത് അയാൾ തന്നെയാണ് ഇപ്പോഴും പ്രശ്നക്കാരൻ. അയാൾ KNM മാത്രമല്ല, എവിടെയൊക്കെ പോയോ അവിടെ എല്ലാം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അയാൾ സിൻഡിക്കേറ്റ് മെമ്പറായി അവിടെ അയാൾ പ്രശ്നം ഉണ്ടാക്കി. MA പോലും ഇല്ലാതെ, ഡിഗ്രി പോലും ഇല്ലാതെ PhD എടുക്കാനുള്ള വളഞ്ഞ വഴികൾ അയാൾ ശ്രമിച്ചു പല സ്ഥലത്തും. അരീക്കോട് സുല്ലം മുസ്ലിം അറബി കോളേജ് അധ്യാപകനാണ്. അവിടെ അയാൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ പോലും ലംഘിച്ചു. വ്യത്യസ്ത പേരിൽ 2 പാസ്പോർട്ട് അയാൾ ഉണ്ടാക്കി. അതും ഇപ്പം കേസിലാണ്. അപ്പം എല്ലാ അർത്ഥത്തിലും അയാളൊരു പ്രശ്നക്കാരനാണ്. ആ പ്രശ്നം അയാൾ ഇവിടെയും കൊണ്ടുവന്നു. അല്ലാതെ ഇവിടെ ജിന്ന ശൈത്താൻ വിഷയത്തിൽ ഒരു പ്രശ്നമില്ല. പിന്നെ അയാളുടെ കൂടെ നിൽക്കലാൻ നിവൃത്തിയില്ല എന്ന് തലപ്പത്ര ചില ആൾക്ക് മനസ്സിലായി. കാരണം ചില ബാധ്യതകൾ പലർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾക്കെതിരെ നിന്നാൽ ഒരു പക്ഷേ അത് മറ്റു തരത്തിൽ തിരിച്ചടിച്ചേക്കാം. അതുകൊണ്ട് തൽക്കാലം അയാൾക്കെതിരെ നിൽക്കേണ്ടതില്ല, കൂടെ നിൽക്കാം എന്ന് വിചാരിച്ച് ചിലർ മൗനം പാലിച്ചു. ചിലർ പ്രതികരിക്കാൻ കഴിവില്ലാതെ കൂടെ നിന്ന് കൊടുക്കേണ്ടി വന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. AP അബ്ദുൽ ഖാദർ മൗലവി ചോദിച്ചു നോക്കുക, പല ആളെയും പുറത്താക്കിയത് മൂപ്പരായി ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ, കത്തില്ലല്ലോ. ഞാൻ മൂപ്പര പേരിൽ കത്ത് ഒപ്പിട്ടിട്ട് വന്നിട്ടുമുണ്ടാകും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഒരു സ്ഥലത്ത് ആ നാട്ടുകാർ ഒരുമിച്ച് കൂടി സ്ഥലം വാങ്ങി പിരിച്ചുണ്ടാക്കി